യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ആണ്ടുവട്ടം 8-ാമത്തെ ആഴ്ച, വ്യാഴാഴ്ച. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളാണ്. ബർത്തിമിയൂസ് എന്ന അന്ധയാചകനെ സൗഖ്യപ്പെടുത്തുന്നതായിട്ടാണ് ഇവിടെ കാണപ്പെടുക. യേശുക്രിസ്തു മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ അവസാന രോഗശാന്തിയും ജെറുസലേമിന് പുറത്തായിരുന്നു കൊണ്ട് ചെയ്യുന്ന യേശുക്രിസ്തുവിൻ്റെ അവസാന രോഗശാന്തിയാണിത്. ഇത് തന്നെയാണ് പരസ്യ ശുശ്രൂഷയുടെ പരിസമാപ്തി എന്ന് വേണമെങ്കിലും പറയാം മർക്കോസിന്റെ സുവിശേഷത്തിൽ. ഈ ഒരു വചനഭാഗം നാം വായിക്കുമ്പോൾ നസ്രായനായ യേശുവാണ് അതിലേ പോകുന്നത് എന്ന് തിരിച്ചറിയുന്ന ആ അന്ധയാചകന് വിളിച്ചു പറയുകയാണ്, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു പറയുകയാണ്. ഇത് കേൾക്കുന്ന അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവനോട് നിശബ്ദമായിരിക്കുവാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അവൻ വീണ്ടും ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമെന്ന്. എന്നിൽ കനിയണമേ എന്നാണ് അവൻ വിളിച്ചു പറയുന്നത്. ഇത് കേട്ടിട്ട് യേശുക്രിസ്തു അവിടെ നിൽക്കുകയും ഉടനെ തന്നെ അവൻ പുറംകുപ്പായം ഉപേക്ഷിച്ചുകൊണ്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി വരുന്നു എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ യേശു അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് വേണം? അവൻ പറഞ്ഞ ആ വാക്കുകളാണ്, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. ഇവിടെ ഈ ഒരു സംഭവത്തിൽ നമുക്ക് മനസ്സിലാകേണ്ടത് അവൻ വിളിച്ചു പറഞ്ഞ ആ ഒരു വാക്കുകൾ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമെന്ന്. ഇതൊരു വലിയൊരു സന്ദേശമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം വിളിച്ചു പറയേണ്ട ഒരു വാക്കാണ്, ക്രിസ്തുവിനോട് വിളിച്ചു പറയേണ്ട ഒരു വാക്കാണ്, എന്നിൽ കനിയണമേ. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടതകൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾക്കുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ ചെയ്ത അതേ പ്രവൃത്തി, അതായത് പുറംകുപ്പായം, അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു പുറംകുപ്പായം, അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അവന് സ്വത്തായിട്ടുണ്ടായിരുന്ന അവയെല്ലാം ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞു വയ്ക്കുക. എന്നാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കാതിരിക്കുന്ന ചില പുറംകുപ്പായങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പാപങ്ങൾ കാരണമായിരിക്കും. പാപക്കറകൾ കൊണ്ട്, പല പ്രശ്നങ്ങൾ കൊണ്ട് ഞാനത് മൂടി വച്ചിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു പുറംകുപ്പായം, എൻ്റെ അഹങ്കാരം എന്ന പുറംകുപ്പായം, അല്ലായെങ്കിൽ എൻ്റെ പാപം എന്ന പുറംകുപ്പായം, അങ്ങനെ തുടങ്ങുന്ന തിന്മയുടെ ശീലങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ഓടി അണയുക എന്നാണ് പറഞ്ഞു വയ്ക്കാം. അവിടെ ഓടി അണയുമ്പോൾ പോലും അവൻ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണമെന്ന്. അതായത് അവന് മുന്നേ കാഴ്ച ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ കാഴ്ച നഷ്ടമായിരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കും പഴയൊരു കാഴ്ച ഉണ്ടായിരുന്നു, എന്നാൽ ആ കാഴ്ച ഞാനായിക്കൂടി നഷ്ടമാക്കിയതാണ്. എൻ്റെ തിന്മ പ്രവൃത്തികളിലൂടെ ഞാൻ നഷ്ടമാക്കിയതാണ്. ആ കാഴ്ച ലഭിക്കുവാനായിട്ടാണ് കർത്താവ് ഈ ഒരു സന്ദേശത്തിലൂടെ, ഈ ഒരു സുവിശേഷ ഭാഗത്തിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയാം. ഇന്നത്തെ 1-ാം വായന പറയുന്നതും അതുതന്നെയാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് എന്നാണ് ഒന്നാമത്തെ വായനയ്ക്കകത്തോട് പറയുന്നത്. ഇത് വലിയൊരു സന്ദേശമാണ്. ഞാൻ ദൈവത്തിൻ്റെ ജനമാണ്, ദൈവത്തിൻ്റെ പുത്രനാണ് എന്നൊരു ബോധ്യം എനിക്കുണ്ടാകണം. ആ ഒരു കാഴ്ച തിരികെ ലഭിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവിനോട് കേണപേക്ഷിക്കേണ്ടത്. എന്നിൽ കനിയണമേ എന്ന് പറയേണ്ടതും അതുതന്നെയാണ്. എന്നിൽ കനിയണമേ എന്ന് പറയേണ്ടത് ഞാൻ ദൈവജനമായിരുന്നു, എന്നാൽ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പാപഹേതുക്കൾ കാരണം അവയിൽ നിന്ന് ഞാൻ പിന്തിരിഞ്ഞു നിൽക്കുകയാണ്. ആയതിനാൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ മൂടുപടം എന്താണോ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് അവ വലിച്ചെറിയുവാനും എൻ്റെ പഴയ ജീവിതം നിൻ്റെ ജനമാക്കി മാറ്റുവാനും എന്നിൽ കനിയണമെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.